ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ മാസം ഓഗസ്റ്റ് 21 25,083 ക്ലോസ് ചെയ്ത നിഫ്റ്റി, അതിനുശേഷം കഴിഞ്ഞ 13 ട്രേഡിംഗ് സെഷനിൽ ഈ 25,000 കടക്കാൻ വേണ്ടി വലിയ തോതിൽ സ്ട്രഗിൾ ചെയ്യുകയായിരുന്നു. ഇന്ന് ആ ഒരു സൈക്കോളജിക്കൽ ലെവലിൽ കടന്നുകൊണ്ട് ഒരു ക്ലോസിംഗ് നടത്താൻ നിഫ്റ്റിക്ക് സാധിച്ചു. എങ്കിൽ പോലും ഇവിടെ സസ്റ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. 25,225 എന്ന ലെവല്, അതിന് മുകളിൽ ഒരു ക്ലോസിംഗ് നടന്നാൽ മാത്രമേ നമുക്ക് ഒരു പെർമനന്റ് ആയിട്ട് 25,000 മുകളിൽ നിഫ്റ്റി ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ കാര്യമായ മൂവ് ബ്രോഡ് മാർക്കറ്റിൽ നടന്നതായി കാണില്ല. പൊതുവെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഇന്ന് നിഫ്റ്റിയിൽ മൊത്തത്തിൽ നമുക്ക് കാണുന്നത്. സെക്ടർ വൈസ് നോക്കിയാൽ തന്നെ എടുത്തു പറയത്തക്ക മൂവ് ഉണ്ടായത് ഒന്ന് ഓയിൽ ആൻഡ് ഗ്യാസ് സെഗ്മെന്റിലും മറ്റൊന്ന് മീഡിയ സെഗ്മെന്റിലുമാണ്. കാര്യമായ ഒരു ഇടിവ് ഇന്ന് ഉണ്ടായിട്ടുള്ളത് ക്യാപിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളിലാണ്. പ്രത്യേകിച്ച് ഡെറിവേറ്റീവ് മാർക്കറ്റിന്റെ ഗുണഭോക്താക്കളായിട്ടുള്ള സ്റ്റോക്കുകളിലാണ് കാര്യമായ ഫോൾ ഇന്നുണ്ടായത്. അത് നമുക്ക് കാണാൻ കഴിയും. ഏഞ്ചൽ 1 ഏകദേശം 5% ഫോൾ വന്നു. BSE 4.58% ഡൗൺ ആയിരുന്നു. നുവാമ വെൽത്ത് 3.28% ഡൗൺ ആയിരുന്നു. CDSLും NSDLും 1%-ലധികം ഇന്ന് താഴോട്ടേക്ക് വന്നിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഡൗൺ ട്രെൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ് സ്റ്റോക്കുകളിൽ ഉണ്ടാവാനുള്ള കാരണം CNBC റിപ്പോർട്ട് ചെയ്ത ഒരു അൺഒഫീഷ്യൽ ആയിട്ടുള്ള ന്യൂസാണ്. അതായത് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അഥവാ സെബി, അവർ ഈ വീക്ക്ലി എക്സ്പയറി, പ്രത്യേകിച്ച് F&O മാർക്കറ്റിലുള്ള വീക്ക്ലി കോൺട്രാക്ട് എക്സ്പയറി അത് നിർത്തലാക്കാനുള്ള ഒരു നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു മാസത്തിനുള്ളിൽ അതിൻ്റെ കൺസൾട്ടേഷൻ പേപ്പേഴ്സ് ഇവർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മന്ത്ലി എക്സ്പയറി മാത്രം നിലനിർത്തിക്കൊണ്ട് വീക്ക്ലി എക്സ്പയറി സ്റ്റോപ്പ് ചെയ്യാനാണ് സെബി ആലോചിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കൂടാതെ എല്ലാ എക്സ്ചേഞ്ചിലും സെയിം ഡേ എക്സ്പയറി കൊണ്ടുവരുവാനുള്ള ആ രീതിയിൽ മാർക്കറ്റിനെ യൂണിഫോം എക്സ്പയറി ഡേറ്റ് കൊണ്ടുവരുവാനും സെബി ആലോചിക്കുന്നുണ്ട്. അപ്പോൾ നാളെ നടക്കുന്ന സെബിയുടെ ആ ഒരു മീറ്റിംഗ് ഈ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എക്സ്ചേഞ്ചുകളുമായി ഈ വിഷയത്തിൽ കൺസൾട്ട് ചെയ്യുന്ന സെബി F&Oയിൽ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ കുറയ്ക്കാനുള്ള ഒരു നീക്കവും നടത്തുന്നുണ്ട്. ഇതിനായിട്ട് F&O മാർക്കറ്റിൽ ഒരു ത്രഷോൾഡ് ലിമിറ്റ് കൊണ്ടുവന്നിട്ട് ചെറിയ ക്യാപിറ്റലുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ ഈ മേഖലയിലേക്ക് വരാതിരിക്കാൻ വേണ്ടി അവരെ നിരുത്സാഹപ്പെടുത്താനുള്ള ഒരു നീക്കമാണ് സെബി നടത്തുന്നത്. ഇപ്പോൾ സെബി ഇവിടെ ക്യാഷ് മാർക്കറ്റിനെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാനും അതിനെ ബൂസ്റ്റ് ചെയ്യാനുമാണ് ശ്രമിക്കുന്നത്. കാരണം ഇപ്പോൾ നടക്കുന്ന ട്രേഡ് ഏറ്റവും അധികം നടക്കുന്നത് ഡെറിവേറ്റീവ് F&O മാർക്കറ്റിലാണ്. അതൊരിക്കലും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സിഗ്നൽ അല്ല. എക്കണോമിക്ക് അതിനെക്കൊണ്ട് വലിയ ഗുണമൊന്നുമില്ലാത്ത ഒരു ട്രേഡാണത്. അപ്പോൾ ക്യാഷ് മാർക്കറ്റ് സ്ട്രെങ്തൻ ചെയ്യുകയാണെങ്കിൽ അത് പൊതുവെ സ്റ്റോക്ക് മാർക്കറ്റിലും അതുവഴി എക്കണോമിക്കും ഒരു നല്ല ബൂസ്റ്റ് നൽകാൻ അത് സഹായിക്കും. അപ്പോൾ സെബിയുടെ ഈ ഒരു നീക്കം പൂർണ്ണമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അത് F&O സെഗ്മെന്റിൽ വലിയൊരു ചേഞ്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് ഡിസ്കൗണ്ട് ബ്രോക്കറേജുകളും അതേപോലെ തന്നെ NSE BSE പോലുള്ള എക്സ്ചേഞ്ചുകളും അതുപോലെ ഇതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള അത്തരത്തിലുള്ള ബ്രോക്കറേജ് ഹൗസുകളുമാണ് പ്രധാനമായിട്ടുള്ള ഒരു തിരിച്ചടി നേരിടാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് വളരെയധികം സ്ലോ ഡൗൺ ആയിട്ടാണ് പോകുന്നതെങ്കിലും US മാർക്കറ്റ് പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ നാസ്ഡാക്ക് കഴിഞ്ഞ ദിവസം 0.03% അപ്പാവുകയും തുടർച്ചയായിട്ട് 3 ട്രേഡിംഗ് സെഷനിൽ അത് പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. അതേപോലെ S&P 500ഉം 0.3% അപ്സൈഡ് പോയിട്ട് തുടർച്ചയായിട്ട് രണ്ടാമത്തെ ട്രേഡിംഗ് ഡേയിലും പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വർഷം പിറന്നതിന് ശേഷം 2025 നമ്മൾ കാണുന്നത് S&P 500 11% അപ്സൈഡ് പോയിട്ടുണ്ട്. അതുപോലെ നാസ്ഡാക്ക് 13% അപ്സൈഡ് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ശക്തമായിട്ടുള്ളൊരു മൂവ് US മാർക്കറ്റിൽ ഉണ്ടാകാനുള്ള പ്രധാന കാരണമായിട്ട് നമ്മൾ കാണുന്നത് സെപ്റ്റംബർ 17 ചേരാൻ പോകുന്ന FOMC മീറ്റിംഗിൽ ഏറ്റവും കുറഞ്ഞത് 25 ബേസിസ് പോയിന്റിന്റെ ഒരു റേറ്റ് കട്ട് ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ്. ഇപ്പോൾ ഭൂരിഭാഗം അനലിസ്റ്റുകളും അത് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ 10% അനലിസ്റ്റുകൾ ആ ഒരു റേറ്റ് കട്ട് 50% വരെ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് US മാർക്കറ്റിൽ വരാൻ പോകുന്ന CPI ഇൻഫ്ലേഷൻ ഡാറ്റ അത് ഈ ഒരു സാഹചര്യത്തിൽ വളരെ നിർണായകമായ ഒരു ഡാറ്റയായി മാറാൻ പോവുകയാണ്. അപ്പോൾ അനലിസ്റ്റുകളുടെ ഇയർ ഓൺ ഇയർ എക്സ്പെക്ടേഷൻ ഏകദേശം 2.9% ആണെങ്കിൽ അതിൽ നിന്നും താഴെയാണ് ഈ ഒരു ഇൻഫ്ലേഷൻ ഇന്ന് വരാൻ പോകുന്നതെങ്കിൽ റേറ്റ് കട്ട് അനിവാര്യമായ ഒരു കാര്യമായി മാറും. എന്നാൽ മറിച്ചാണ് അവസ്ഥയെങ്കിൽ വീണ്ടും മാർക്കറ്റിനെ അത് അൺസർട്ടനിറ്റിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. എന്നാൽ US മാർക്കറ്റിൽ ഇത് കൂടാതെ മറ്റു പല കാരണങ്ങളും ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യാൻ കാരണമായതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഒറാക്കിൾ ഷെയർ ഒരു ദിവസം കൊണ്ട് 36% ജമ്പ് നടന്നത് ഇൻഡെക്സിനെ ഉയർത്താൻ കാരണമായിട്ടുണ്ട്. 1992 ശേഷം ഇത് ഒറാക്കിളിൻ്റെ
ബിഗ്ഗസ്റ്റ് 1 day പെർസെൻറ്റേജ് ഗെയിൻ ആണ്. അപ്പോൾ ഈ ഒറ്റ ദിവസം കൊണ്ടുണ്ടായ ഈ ഒരു മൂവ് കാരണം കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ $922 ബില്യൺ ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. അതായത് എലി ലില്ലിയുടെയും അതുപോലെ JP മോർഗൻ്റെയും അതുപോലെ വാൾമാർട്ടിൻ്റെയും ഒക്കെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനെ ബീറ്റ് ചെയ്തുകൊണ്ടാണ് ഒറാക്കിൾ മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ത്യയിലുള്ള ഒറാക്കിൾ ഫൈനാൻഷ്യൽ സർവീസസിൻ്റെ ആ സ്റ്റോക്കിലും ഒരു മൂവ് ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് കൂടാതെ US ഇന്നലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ചിപ്പ് സ്റ്റോക്കുകളിൽ നല്ല റാലി നടന്നിരുന്നു. പ്രത്യേകിച്ച് NVIDIA ഷെയർ അതുപോലെ ബ്രോഡ്കോം ഷെയറുകളൊക്കെ മുന്നോട്ട് പോയി. അതുപോലെ ഡാറ്റാ സെൻറ്റർ സ്റ്റോക്കുകളായിട്ടുള്ള കോൺസ്റ്റലേഷൻ എനർജി, വിസ്ട്ര, അതുപോലെ GE വർണോവ പോലെയുള്ള സ്റ്റോക്കുകളിൽ 6% ഒക്കെ ഒരു ജമ്പ് നമുക്ക് കാണാൻ കഴിയും. ഇതുകൂടാതെ ബ്രിട്ടീഷ് യൂണിവേഴ്സൽ ബാങ്ക് ആയിട്ടുള്ള ബാർക്ലീസും അതുപോലെ ജർമ്മൻ മൾട്ടിനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കായ ഡോയ്ച്ചെ ബാങ്കും അവർ S&P 500 ഇയർ ഓൺ ഇയർ ടാർഗറ്റ് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനവർ കാരണമായി പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള കോർപ്പറേറ്റ് ഏർണിങ്സും അതുപോലെ US എക്കണോമിയുടെ ആ ഒരു ഗ്രോത്ത് വളരെ റിസൈലൻ്റ് ആയിട്ട് നിൽക്കുന്നതും അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസം പൊതുവെ മാർക്കറ്റിലുണ്ട്. ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു സിനാരിയോയിൽ S&P 500 ഇനിയും മുന്നോട്ടേക്ക് പോകുമെന്നാണ് ഈ 2 ഇൻ്റർനാഷണൽ റിസർച്ച് ഏജൻസികളും പറയുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മൂവ് ഇന്നലെ US മാർക്കറ്റിലുണ്ടായി. ഏതായാലും ഗ്ലോബൽ ക്യൂസ് ഇത്തരത്തിൽ നല്ല രീതിയിൽ വരുന്നത് സ്വാഭാവികമായിട്ടും ഇന്ത്യൻ മാർക്കറ്റിനും അത് ഗുണകരമാകും. പ്രത്യേകിച്ച് റേറ്റ് കട്ട് വരികയാണെങ്കിൽ ഫോറിൻ ഫണ്ട് ഫ്ലോ ഇന്ത്യയിലേക്ക് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. ന്യൂയോർക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഗോൾഡ്മാൻ സാക്സ് എന്ന് പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്, നമുക്കറിയാം ഇത് വേൾഡിലെ തന്നെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കാണ്. എല്ലാ രാജ്യങ്ങളിലും പ്രസൻസ് ഉള്ള ഈ ഒരു റിസർച്ച് ബാങ്ക് അവർക്ക് ഇന്ത്യയിൽ അവരുടെ ഒരു ഈക്വിറ്റി പോർട്ട്ഫോളിയോ ഉണ്ട്. അപ്പോൾ ഗ്ലോബൽ ഫണ്ടുകൾ മാനേജ് ചെയ്യുന്ന ഇവരുടെ ആ ഒരു ഈക്വിറ്റി പോർട്ട്ഫോളിയോ നമ്മൾ കാണുന്നത് കഴിഞ്ഞ 6 മാസം 14% ഡിക്ലൈനാണ് അവരുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടായത്. ഇപ്പോൾ നമുക്കറിയാം നമ്മളെല്ലാവരുടെയും പോർട്ട്ഫോളിയോ ഇത് ഈ രീതിയിൽ ഡിക്ലൈൻ ആയിട്ടുണ്ടാവും. കാരണം കഴിഞ്ഞ 6 മാസങ്ങളായിട്ട് മാർക്കറ്റിൽ വലിയ മൂവൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇതുപോലുള്ള വലിയ റിസർച്ച് ഫേമുകളിൽ പോലും ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അവരുടെ ഓവറോൾ പോർട്ട്ഫോളിയോ വാല്യൂ അത് 11,940 കോടി ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 10,326 കോടിയായിട്ട് ഏകദേശം 14% ഡിക്ലൈനാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ സെപ്റ്റംബർ 10 വരെയുള്ള ഒരു ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. എന്നാൽ ഇത്തരത്തിൽ ഓവറോൾ ഒരു ഡൗൺ ട്രെൻഡ് അവരുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ചില സ്റ്റോക്കുകളിൽ വളരെ സ്പെക്ടാക്കുലർ ആയിട്ടുള്ള ഗെയിനും അവർക്ക് ഉണ്ടായതായിട്ട് കാണാം. ഏകദേശം ഇന്ത്യയിൽ 50ഓളം ലിസ്റ്റഡ് കമ്പനികളാണ് ഇവരുടെ പോർട്ട്ഫോളിയോയിൽ ഉള്ളത്. അത് ഏകദേശം 10,000 കോടിക്ക് മുകളിൽ കളക്റ്റീവ് വാല്യൂ ഉള്ള ഒരു പോർട്ട്ഫോളിയോ ആണ്. അപ്പോൾ അവരുടെ ഏകദേശം പകുതിയോളം സ്റ്റോക്കുകൾ, ഏകദേശം 24ഓളം സ്റ്റോക്കുകൾ അവർക്ക് ഡബിൾ ഡിജിറ്റ് റിട്ടേൺ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഡബിൾ ഡിജിറ്റ് റിട്ടേൺ നൽകിയതിൽ 30 മുതൽ 100% വരെ റിട്ടേൺ നൽകിയ ഏകദേശം 10 സ്റ്റോക്കുകളെ കുറിച്ച് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ അതിലൊന്ന് നെറ്റ്വെബ് ടെക്നോളജീസ് ഇന്ത്യയാണ്. അപ്പോൾ 102% ഒരു ഗെയിനാണ് ഇത് അവർക്ക് നേടിക്കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നെറ്റ്വെബിൻ്റെ പ്രൈസ് 1515 നിന്ന് 3060 വരെ പോവുകയുണ്ടായി. ഇപ്പോൾ 1.4% സ്റ്റേക്കാണ് നെറ്റ്വെബിൽ ഗോൾഡ്മാൻ സാക്സിനുള്ളത്. അപ്പോൾ 243 കോടിയുടെ ഒരു വാല്യൂ ആണ് അവർക്കിപ്പോൾ ആ കമ്പനിയിൽ ഉള്ളത്. രണ്ടാമത്തെ ഒരു സ്റ്റോക്ക് കാണുന്നത് ലാൻഡ്മാർക്സ് കാറാണ്. ഈ FY26 അത് 69% ഗെയിനാണ് ഇവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. അതായത് അതിൻ്റെ പ്രൈസ് 376 നിന്ന് 634 വരെ പോയിട്ടുണ്ടായിരുന്നു. 4.4% സ്റ്റേക്കാണ് ഈ സ്റ്റോക്കിൽ ഗോൾഡ്മാൻ സാക്സിന് ഹോൾഡിംഗ് ഉള്ളത്. അത് ഏകദേശം 116 കോടിയോളമുള്ള ഒരു ഹോൾഡിംഗ് ആണ്. മറ്റൊന്ന് കാണുന്നത് കാർട്രേറ്റ് ടെക്നോളജിയാണ്. അത് 66% ജമ്പാണ് FY26 ഉണ്ടായിട്ടുള്ളത്. 1645 എന്ന പ്രൈസിൽ നിന്ന് 2737 വരെ അത് ഉയർന്നിട്ടുണ്ട്. ഗോൾഡ്മാൻ സാക്സിന് ഇതിൽ 2.19% ഹോൾഡിംഗ് ആണുള്ളത്. ഏകദേശം അത് 254 കോടിയോളമുള്ള ഒരു മൂല്യമാണ്. മറ്റൊന്ന് SJS എന്റർപ്രൈസസ് ആണ്. ഇത് 58% FY26 അപ്സൈഡ് പോയതാണ്. 903 എന്ന പ്രൈസിൽ നിന്ന് 1432 വരെയാണ് ഇതിൻ്റെ പ്രൈസ് പോയത്. ഗോൾഡ്മാൻ സാക്സിന് ഇതിൽ 4.79% സ്റ്റേക്കാണുള്ളത്. അത് ഏകദേശം 215 കോടിയോളമുള്ള ഒരു വാല്യൂ ആണ്. മറ്റൊന്ന് തത്വചിന്തൻ ഫാർമ കെമിക്കൽസ് ആണ്. ഇത് 51% FY26 അപ്സൈഡ് പോയിരുന്നു. അതായത് 677 എന്ന പ്രൈസിൽ നിന്ന് 1021 എന്ന പ്രൈസിലേക്ക് അത് ഉയർന്നിട്ടുണ്ട്. ഗോൾഡ്മാൻ സാക്സിന് ഇതിൽ 2.59% ഹോൾഡിംഗ് ആണുള്ളത്. അത് ഏകദേശം 62 കോടി രൂപയാണ് വരിക. മറ്റൊന്ന് അരവിന്ദ് ഫാഷൻസ് ആണ്. ഇത് 48% FY26 ഉയർന്നതായിട്ട് കാണാം. 373 എന്ന പ്രൈസിൽ 551 എന്ന ലെവലിലേക്ക് ഇതിന്റെ പ്രൈസ് ഉയർന്നിട്ടുണ്ട്. ഗോൾഡ്മാൻ സാക്സിന് ഇതിൽ 1.8% ഒരു സ്റ്റേക്കാണുള്ളത്. ഏകദേശം 137 കോടിയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണത്. മറ്റൊന്ന് കജാരിയ സെറാമിക്സ് ആണ്. ഇത് 44% FY26 ഉയർന്നിരുന്നു. 859 എന്ന പ്രൈസിൽ നിന്ന് 1240 ഇതിന്റെ പ്രൈസ് ഉയർന്നിരുന്നു. ഇപ്പോൾ ഏകദേശം 1% സ്റ്റേക്കാണ് കജാരിയ സെറാമിക്സിൽ
ഗോൾഡ്മാൻ സാക്സിനുള്ളത്. ഏകദേശം 201 കോടിയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണത്. മറ്റൊന്ന് വേൾപൂൾ ഓഫ് ഇന്ത്യ ആണ്. 39% ഗ്രോത്ത് ആണ് FY26 ഈ സ്റ്റോക്കിൽ ഉണ്ടായത്. 990 എന്ന ലെവലിൽ നിന്നും 1371 എന്ന ലെവലിലേക്ക് സ്റ്റോക്കിന്റെ പ്രൈസ് ഉയർന്നിരുന്നു. 1%-ലധികം സ്റ്റേക്കുള്ള ഈ ഒരു സ്റ്റോക്കിൽ ഗോൾഡ്മാൻ സാക്സിന് 191 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണുള്ളത്. മറ്റൊന്ന് ആർ സിസ്റ്റം ഇന്റർനാഷണൽ ആണ്. ഇത് 36% FY26 മുന്നേറിയത്. 326 എന്ന പ്രൈസിൽ നിന്നും 445 വരെ ഉയർന്നിരുന്നു. ഗോൾഡ്മാൻ സാക്സിന് ഇതിൽ 2.44% സ്റ്റേക്കാണുള്ളത്. അവരുടെ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ ഇപ്പോൾ 129 കോടിയായിട്ട് കാണാം. മറ്റൊന്ന് TD പവർ സിസ്റ്റം ആണ്. FY26 34% ഈ സ്റ്റോക്ക് മുന്നോട്ടേക്ക് പോയിരുന്നു. 411 എന്ന പ്രൈസിൽ നിന്ന് 548 എന്ന പ്രൈസിലേക്ക് ഈ സ്റ്റോക്ക് ഉയർന്നിരുന്നു. ഗോൾഡ്മാൻ സാക്സിന് 3.1% സ്റ്റേക്കുള്ള ഈ ഒരു സ്റ്റോക്കിൽ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ നമ്മൾ കാണുന്ന 268 കോടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഗോൾഡ്മാൻ സാക്സിന്റെ പോർട്ട്ഫോളിയോയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റുകളും അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.